മാർവലിൻ്റെ ഒരു സിനിമയിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്. അതായത് ദ ഹാർഡസ്റ്റ് ചോയ്സസ് റിക്വയർ ദി സ്ട്രോങ്ങസ്റ്റ് വിൽസ്. അതായത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ചോയ്സസ് എടുക്കുക എന്ന് പറയുന്നതിന് നമുക്ക് നല്ലൊരു മെൻ്റൽ സ്ട്രെങ്ത് ആവശ്യമാണ്. ആൻഡ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ദ റൈറ്റ് ഡിസിഷൻസ് ആർ മോസ്റ്റ് ഓഫ് ദ ടൈം ദേ ആർ ദ ഹാർഡസ്റ്റ് വൺസ്. അതായത് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നതായിരിക്കാം കൂടുതൽ സമയം ഹാർഡസ്റ്റ് ആയിട്ടുള്ളത്. ലെറ്റ് ദാറ്റ് സിങ്ക് ഇൻ. പ്രണയം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണല്ലേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമോഷനോ ഫീലിങ്സെന്നോ എന്ത് വേണമെങ്കിലും നമുക്കതിനെ വിളിക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് ലവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചുറ്റുപാടുള്ള കാര്യങ്ങളോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരിക്കും. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നവരെ കാണാൻ പറ്റുമല്ലോ, അല്ലെങ്കിൽ ഇന്ന് അവരോട് സംസാരിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ആലോചിച്ച് എന്തെന്നില്ലാത്തൊരു ആനന്ദത്തിലേക്ക് അത് നമ്മളെ തള്ളിവിടുന്നുണ്ടായിരിക്കും. പിന്നീട് അതൊരു ലഹരിയായിട്ട് മാറാനും തുടങ്ങുന്നുണ്ടായിരിക്കും. നൗ കംസ് ദി റിയൽ പാർട്ട്, റിലേഷൻഷിപ്പ്. അവർ നമ്മുടേതാകുന്നൊരു നിമിഷം അതൊരു മാജിക്കൽ മൊമെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. അവരായി സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത വിലപ്പെട്ട ഓർമ്മകളായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൂടെ കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിൻ്റെ റിയാലിറ്റി നമ്മളെ സ്വാധീനിക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളിലും വ്യത്യാസങ്ങൾ സംഭവിച്ചേക്കാം. കാരണം ഒരു വ്യക്തിയെ കൂടുതലും നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണത്. അവിടെ നിങ്ങൾക്ക് പല ഡിസപ്പോയിൻമെൻറ്റുകളും നേരിടേണ്ടി വന്നേക്കാം. പക്ഷേ ഒരു വ്യക്തിയെ 100% മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ബട്ട് റിമെമ്പർ ദാറ്റ് their actions always reflects their behavior. Now comes the difficult part, grief. നമ്മളൊരു റിലേഷൻ ബ്രേക്ക് ആവുന്ന സമയത്ത് വലിയൊരു വിഷമത്തിലേക്കായിരിക്കാം നമ്മളത് തള്ളിവിടുന്നത്. ഒരു ഇരുട്ടുമുറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ, നമ്മുടെ കണ്ണീരിൻ്റെ കണക്കെടുക്കാനായി നമുക്കൊപ്പം കൂട്ടിയിരിക്കുന്ന തലയാണകൾ, ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, തലയെല്ലാം മരവിച്ച പോലെ, എന്നാൽ അവരുടേതായിട്ടുള്ള ഓരോ ഓർമ്മകളിലും മുങ്ങിപ്പോയ ഒരവസ്ഥ. ഇതൊരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള എന്നാൽ വളരെ ഡേഞ്ചറസ് ആയി മാറാൻ ചാൻസ് ഉള്ള ഒരവസ്ഥ കൂടിയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്രീഫ് ഇസ് എ ഗുഡ് തിങ്. അതിനർത്ഥം നിങ്ങൾ അവരെ സ്നേഹിച്ചു എന്നുള്ളത് ജെന്യുവിനാണ്. നിങ്ങൾ അവരെ കെയർ ചെയ്തു എന്നുള്ളതും, അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തതും, അവർക്ക് വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങളെല്ലാം ദാറ്റ് വാസ് ഓൾ റിയൽ. ആൻഡ് ദാറ്റ് മീൻസ് യു ആർ എ ഗുഡ് പേഴ്സൺ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എത്ര വേണമെങ്കിലും കരയാം, ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കാം, ഒറ്റയ്ക്കിരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കാം. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് ടെമ്പററി. എവ്രിതിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ടെമ്പററി. സോ ഈ ഒരു സമയവും കടന്നു പോകും. Now comes the most beautiful part, acceptance. After grief, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കും. ഇതാണ് എനിക്ക് സംഭവിച്ചത്, ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആൻഡ് now it's time for me to move on. So I need to let go. ആൻഡ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് I know it would be a difficult decision. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഡിസിഷൻ ആയിരിക്കും അത്. ഈ ഒരു സമയത്തായിരിക്കും സിനിമകളിലും കഥകളിലൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ ക്യാരക്ടർ ആർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഈ ഒരു സമയത്ത് ഈ ലോകത്തിലുള്ള എന്തും കീഴടക്കാൻ പറ്റുന്ന
ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഹാപ്പി ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ എല്ലാതും ചെയ്യാൻ പറ്റിയൊരു സമയമാണ്. ആൻഡ് അങ്ങനെ പോകുന്ന ഈ ഒരു ജേണിയിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. നിങ്ങളെ സ്നേഹിക്കാനായി എപ്പോഴും ആളുകളുണ്ട്. നിങ്ങളുടെ ഫാമിലി ഉണ്ടായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെല്ലാം മുകളിൽ യു ഷുഡ് ലേൺ ടു ലവ് യുവർ സെൽഫ്. കാരണം യു ഓൾവേസ് ഡിസേർവ് ബെസ്റ്റ്, യു ഡിസേർവ് ബെറ്റർ. നിങ്ങൾ സ്നേഹം ഡിസർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളെ ഡിസർവ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഹാപ്പിനെസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. സോ ദ നെക്സ്റ്റ് ടൈം നിങ്ങൾ മിററിൽ നോക്കി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റണം, ദിസ് ഈസ് മീ ആൻഡ് ഞാൻ ഇനി ഒരിക്കലും തളരാനായിട്ട് റെഡിയല്ല. ഓക്കെ, ആൻഡ് ഡോണ്ട് ഡിസ്റെസ്പെക്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി ഹാപ്പി.